ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും തന്നെ അല്ലേ ഈ അടുത്ത് കുറച്ച് നാളുകളായിട്ട് തന്നെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞ തസ്തികയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് സെക്രട്ടേറിയറ്റ് OA അല്ലെ, എന്താണ് ഒരു ജോലി എന്ന് പറയുന്നത്, അതിൽ എത്രത്തോളം ശമ്പളം ഉണ്ടാകും അല്ലെ, എന്താണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്, അത് കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി എത്രത്തോളം ഈ പറയുന്ന അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ വിവരങ്ങൾ എന്ത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ PSC എഴുതുന്ന ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ച് അവന്റെ ഈ പറയുന്ന എന്താണ് ആ ഒരു സ്വപ്നമായിട്ട് അവരെന്ത് ചെയ്യുന്നു കൊണ്ടു നടക്കാറുള്ള ഒന്നാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, അതേപോലെ തന്നെ എന്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുണ്ടായിരുന്ന എന്താണ് സ്ഥാപനങ്ങളിലേക്ക് ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിലൊരു സ്വപ്നമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിക എന്ന് പറയുന്നത്. ഇതില് 2023 അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ഈ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 587/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ 29/12/2023 എന്ത് ചെയ്യുന്നത് ഒരു ഗസറ്റ് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് നിങ്ങൾ ജോലി നേടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് നിയമനം ലഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റുകൾ, കേരള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ പറയുന്ന സ്ഥാപനങ്ങളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്നുള്ളതാണ്. ഇനി എന്താണ് പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഓഫീസ് അറ്റൻഡന്റ് അല്ലെ. എന്താണ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്? ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. എന്നാൽ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് 2023 വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12th പേ റിവിഷൻ അല്ലെ. 12th പേ റിവിഷൻ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ശമ്പളത്തിന് എന്ത് ചെയ്യുന്നുണ്ട് പരിഷ്കരണം വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന പേ സ്കെയിലിനേക്കാളും കൂടുതൽ ശമ്പളം ലഭിക്കാനുള്ള സാധ്യത എന്തുണ്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ LGS തസ്തികയിൽ നിന്ന് എന്താണ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടാകുന്ന തസ്തികയാണ് എന്ന് പറയുന്നത് ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിക എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രദമാകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷമായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ വർഷം ആദ്യത്തോടു കൂടി തന്നെയാണ് PSCയുടെ ഈ പറയുന്ന പ്രായപരിധി കൂട്ടിയിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഈ പറയുന്ന PSC എഴുതാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നുള്ള സുപ്രധാനപരമായിട്ടുണ്ടായിരുന്ന ഒരു പ്രഖ്യാപനം എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2023 ഈ പരീക്ഷ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഏജ് ഓവർ ആയിട്ടില്ലാത്ത പക്ഷം, 40 വയസ്സായിട്ടില്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷയിലേക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ആണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം 2/1/1986 അതേപോലെ തന്നെ 1/1/2000 ഓക്കെ എന്താണ് 1/1/2018 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ തന്നെ ഈ പറയുന്ന SC/ST കാറ്റഗറി പെടുന്ന ആളുകൾക്കും OBC കാറ്റഗറി പെടുന്ന ആളുകൾക്ക് എന്തുണ്ട് ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി ഇതിന് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് LGSനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെ, ഈ പറഞ്ഞ LGSുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അത് എന്താണ് 7ാം ക്ലാസ് അല്ല, അതെന്താണ് 10ാം ക്ലാസ് യോഗ്യതയാണെന്നുള്ളതാണ്. കൂടാതെ തന്നെ 10ാം ക്ലാസ് യോഗ്യതയോ അതിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തികൾക്ക്, അതായത് +2 ഡിഗ്രിയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷയിലേക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു പ്രിലിംസും ഉണ്ടായിരുന്നു, അതേപോലെ എന്തിരുന്നു ഒരു മെയിൻസും ഉണ്ടായിരുന്നു. ഈ പ്രിലിംസും മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇന്ന് മെയിൻ ലിസ്റ്റിനകത്ത് ഏകദേശം 1582 പേര് എന്ത് ചെയ്തു ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏകദേശം എന്താണ് 1386 പേര്, അങ്ങനെ ടോട്ടൽ എല്ലാം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ 3029 പേര് എന്ത് ചെയ്തിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മെയിൻ ലിസ്റ്റിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1582 പേര് എന്ത് ചെയ്തിരുന്നു ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 29
8/2025 എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ 29/8/2025 എന്ത് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2028 വരെ അല്ലെ നിലനിൽക്കെ തന്നെ ഇപ്പൊ 2026 അല്ലെ 2028 വരെ നിലനിൽക്കെ തന്നെ ഇതിന്റെ ഇതുവരെ ഏകദേശം 622 അഡ്വൈസറുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നോക്കി 7/4/2026 അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു അഡ്വൈസ് ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നോക്കി 622 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തസ്തികയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ആലോചിക്കാറുണ്ട് ഈ പറയുന്ന എന്താണ് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന തസ്തികയിൽ നിന്ന് ഇത്രയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന രീതി നിങ്ങൾ കമ്പനി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്ത് ചെയ്യരുത് ഒരിക്കലും കമ്പയർ ചെയ്ത് നോക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, എന്നിരുന്നാൽ നമുക്ക് ഈ പറയുന്ന 622 എന്ന് പറയുന്ന അത്യാവശ്യം പ്രതീക്ഷകളൊക്കെ അർപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എന്താണ് നിലയിലേക്ക് അത് ഉയരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 622 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് എന്ത് ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാലാവധി എന്താണ് റാങ്ക് ലിസ്റ്റ് കാലാവധി ഇനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന അഡ്വൈസുകൾ പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇപ്പോഴേ പഠനം തുടങ്ങേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LD-യുടെ സിലബസുമായിട്ട് എന്താണ് വളരെയധികം സാമ്യമുള്ള ഒരു സിലബസ് ആണെന്നുള്ളതാണ് അല്ലെ. LD-യുടെ സിലബസുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു സിലബസ് കൂടി തന്നെയാണെന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് മറ്റു പരീക്ഷകളെ പോലെയല്ല, ഇതിന്റെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ +2 ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ തന്നെ പറ്റും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ ഒരു പരീക്ഷയിൽ അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയതിനു ശേഷം പലരും പറയാറുള്ളതാണ് ഈ പറയുന്ന 70 മുകളിലൊക്കെ കട്ട് ഓഫ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നുള്ളൊരു സംശയം പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് വരാറുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 75 മാർക്കിന് എന്ത് ചെയ്യുന്നു മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷ എന്ത് ചെയ്യാൻ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലെ. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, നല്ല പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പഠനം ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എക്സാമിനേഷൻ ഇനി വിളിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് 2026 അവസാനത്തോടു കൂടി തന്നെ ആയിരിക്കും. അതായത് ഡിസംബർ മാസത്തോടു കൂടി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിന് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുക. നോട്ടിഫിക്കേഷൻ 2026 ഡിസംബറിൽ വന്നാൽ തന്നെ ഇതിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോവുക 2027 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും അല്ലെ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മറ്റുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഈ പറയുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു മാസക്കാലം ഒരു മാസം ഒരു വർഷക്കാലം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട്. LD-യുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിക്കേണ്ടത്. അതായത് LD-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷയിലേക്കും എന്ത് ചെയ്യാൻ പറ്റും വളരെ കോൺഫിഡന്റ് ആയിട്ട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ പഠനം തുടങ്ങാം. ഇനി ഞാൻ പറഞ്ഞു LD-യുടെ സിലബസോട് വളരെ സാമ്യമുള്ള സിലബസ് ആണ്. അതായത് നിങ്ങൾക്ക് LD എന്ത് ചെയ്യാം ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാം. അതായത് LD-ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് എക്സാമിനേഷൻസും പേടി കൂടാതെ അല്ലെ വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന LD പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LD-യുടെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന 2026 അവസാനത്തോടു കൂടി തന്നെ വരാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അപ്പൊ 2026 അവസാനത്തോടു കൂടി പറയുന്ന LD-യുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സാം എന്ന് പറയുന്നത് 2027 എന്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന 2027 നടക്കാൻ വേണ്ടി പോകുന്ന LD പരീക്ഷകൾക്ക് ഇപ്പോഴേ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ മിഷൻ LDs 2027 എന്ന് പറഞ്ഞൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ EZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്നത് എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് എങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത് അങ്ങനെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ LD-ക്ക് പഠിക്കുന്നതിന് കൂടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA പോലെ പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും വളരെ അനായാസം എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കുറച്ച് വളരെ കോൺഫിഡൻറ്റോട് കൂടി തന്നെ വളരെ സ്റ്റഡി പ്ലാൻ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും അല്ലെ ഇപ്പൊ സ്ട്രക്ചറായിട്ട് ഈ പറയുന്ന പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇതൊരു പാല് കയറാൻ മലയാകില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, ഒരു പുതിയ വർഷമാണ്. അതേപോലെ തന്നെ പുതുതായിട്ട് ഒരുപാട് നിയമനങ്ങൾ നടക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന വർഷങ്ങളാണ് ഈ പറയുന്ന ഇനി വരാൻ നിൽക്കുന്ന 5 വർഷം എന്ന് പറയുന്ന ഗവൺമെന്റ് ഒക്കെ ഒരുപാട് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന വർഷം കൂടിയാണ് അല്ലെ. ഒരുപാട് നിയമനങ്ങൾ നടത്തുമെന്ന് എന്ത് ചെയ്യുന്ന നടക്കുമെന്ന് ഒരു പ്രതീക്ഷ എന്ത് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുള്ളതാണ്. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷകളിലേക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് കാലിടറി വീഴരുത്.
നിങ്ങളുടെ കോൺഫിഡൻസ് ചോരരുത്. ഓക്കെ, ആത്മവിശ്വാസം ചോരരുത്. ഈ പറയുന്ന നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങളെ കളിയാക്കി എന്ന് വരാം. എന്നിരുന്നാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. കാരണം സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളാണ്, ജയിക്കേണ്ടത് നിങ്ങളാണ്. ജയിക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.